ശത്രുക്കളാണ് നമ്മളിൽ പലരുടെയും അസ്വസ്ഥതയ്ക്ക് കാരണം. ശത്രുക്കളെ നശിപ്പിച്ചാൽ സ്വസ്ഥത ലഭിക്കും. അതിന് പരിഹാരം ശത്രുസംഹാര പൂജയാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇനി പൂജ നടത്തി ശത്രുവിനെ കൊന്നുവെന്ന് വിചാരിക്കുക. നമ്മുടെ ശത്രുത തീരുമല്ലോ? ഇല്ല. 1, 2, 10 ശത്രുക്കളെ കൊന്നാലും തൃപ്തി വരില്ല. കാരണം ശത്രു എന്ന ഭാവം ഉള്ള കാലത്തോളം നമ്മൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ശത്രു എപ്പോഴാണ് പൂർണ്ണമായും ഇല്ലാതെയാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരാളോടുള്ള നമ്മുടെ ശത്രുതാഭാവം ഇല്ലാതെയാകുന്നത് വരെ എന്നാണ് ഉത്തരം. ശത്രു ഇല്ലാതെയാവാൻ വഴിയുണ്ട്. ഇന്നലെ വരെ ഒരാൾ നമുക്ക് ശത്രുവായിരുന്നു. ഇന്ന് അയാളോടുള്ള ശത്രുത്വം മാറിയെന്നിരിക്കട്ടെ. പിന്നെ നോക്കിയാൽ ശത്രുവിനെ കാണാൻ കഴിയില്ല. ആളെ കാണാൻ കഴിയും. ആളിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ശത്രുവിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുതാഭാവം നീങ്ങുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ സംഹരിക്കാനാണ് ആദ്യം പൂജ ചെയ്യേണ്ടത്. ഇനി ഗുരുവചനം കേൾക്കാം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ പരിശ്രമം. ശ്രീബുദ്ധൻ. തുടർന്ന് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ധ്യാത്വാ ചിത്തേ ശിവാഖ്യം പ്രചുരതരധനം നൈവ ദത്തം ദ്വിജേഭ്യോ ഹവ്യം തേ ലക്ഷസംഖ്യൈർഹുതവഃ വദനേ നാർപ്പിതം ബീജമന്ത്രൈഃ നോതപ്തം ഗാംഗതീരെ വ്രതജപനിയമൈ രുദ്രജാപൈർനവേദൈഃ ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ധ്യാത്വാ ചിത്തേ ശിവാഖ്യം പ്രചുരതരധനം നൈവ ദത്തം ദ്വിജേഭ്യോ ഹവ്യം തേ ലക്ഷസംഖ്യൈർഹുതവഃ വദനേ നാർപ്പിതം ബീജമന്ത്രൈഃ നോതപ്തം ഗാംഗതീരെ വ്രതജപനിയമൈ രുദ്രജാപൈർനവേദൈഃ ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.